ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുളിസീൻ തമാശ വൈറലായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കുളിസീൻ തമാശ എന്ന് പറയുമ്പോൾ എന്താണെന്ന് എല്ലാവരും ആലോചിക്കേണ്ട. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ കണ്ടു. വീഡിയോ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ നൈനിഷ എന്ന് പറഞ്ഞൊരു അവതാരികയും മമ്മു എന്ന് പറഞ്ഞൊരു മണ്ടനായ ചെക്കനും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആയിരുന്നു അത്. ഇൻ്റർവ്യൂ വീഡിയോ കണ്ട പാടെ തന്നെ ഞാൻ നന്നായിട്ട് അതിന് കമൻറ്റ് കൊടുത്തു കേട്ടോ. കാരണം സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത വീഡിയോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി കൊടുക്കണം. കാരണം നമ്മൾ കാണുന്നത് നമുക്കും കൂടി എന്തെങ്കിലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാനൊരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുപുറത്തുള്ള ജീവിത രീതികളും ശൈലികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുറത്തുനിന്ന് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടുമുറ്റത്തൊരു ഒരു ഒരു മുളക് തൈ കുഴിച്ചിട്ടിട്ട് അയിമെന്ന് നമ്മൾ കായ പറിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ഫാമിലി വ്ലോഗിലൂടെ പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു ഇൻ്റർവ്യൂ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു പാളിച്ചേനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ നൈനിഷ എന്ന് പറഞ്ഞ ആൾ നന്നായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരെയും നടികളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അവതരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 19 വയസ്സായ മമ്മു എന്ന് പറഞ്ഞ ചെക്കനെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല പ്രമുഖരായ ആളുകളൊക്കെ വിളിച്ചിട്ടുള്ള ഒരാൾ ഈ ഒരു കുട്ടീനെ വിളിച്ചിട്ട് മണ്ടത്തരങ്ങൾ മാത്രമാണ് അവൻ്റെ വായെന്ന് കേട്ടത്. മണ്ടത്തരങ്ങൾ മാത്രമല്ല, എൻ്റെ കയ്യകലത്തിലാണെങ്കിൽ നാരെണ്ണം പൊട്ടിക്കാനും കൂടെ എനിക്ക് തോന്നിയിരുന്നു. കാരണം തുടക്കത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മാന്യമായിട്ടാണ് ഉത്തരം നൽകിയത്. കാരണം കഷ്ടപ്പെട്ടാണ് അവൻ വളർന്നു വന്നിട്ടുള്ളത്. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഉപ്പല്ലാതെ ഉമ്മ മാത്രമേ അവനുള്ളൂ. കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടാണ് അവൻ വളർന്നു വന്നിട്ടുള്ളത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറയാലോ പാവം തോന്നിയിട്ടോ. പിന്നെ അവനോട് അവൻ്റെ ഹോബീസ് എന്തായിരുന്നു ചോദിച്ചപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അവൻ്റെ ഹോബീസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉത്തരം എന്താണെന്നറിയോ? അവന് കുളിസീനെ ഒളിഞ്ഞു നോക്കി കാണുന്നതാണ് അത്ര അവൻ്റെ ഹോബീസ്. സത്യം പറയാലോ, അത് കേട്ട സമയത്ത് ദേഷ്യം വന്നത്. കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ തൊട്ടടുത്തിരുന്ന ഈ നൈനിഷയ്ക്ക് ഒരു ദേഷ്യം തോന്നിയിട്ടില്ല. ദോഷം തോന്നിയില്ല എന്ന് മാത്രമല്ല, ആണോ കുളിസീൻ കാണലാണോ നിൻ്റെ ഹോബീസ്? അവരുടെ ഒരു ചിരിയും എക്സ്പ്രഷനും നവരസങ്ങളൊക്കെ കാണേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയാം, ഇത്ര ദൂരെ നിന്നിട്ട് നമുക്കിതിന് പ്രതികരിക്കാൻ തോന്നിയില്ലെങ്കിൽ ആ ചെക്കനെ അവിടെ ഇട്ട് നാലെണ്ണം കൊടുക്കാൻ എന്തേലും നൈനിഷയ്ക്ക് തോന്നാഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം തന്നെ ഞാനൊരു കമൻറ്റ് കൊടുക്കുകയും ചെയ്തു. ആ ചെക്കൻ ഈ പറയുന്ന സമയത്ത് ആ കുളിമുറിൻ്റെ ഉള്ളിൽ നീയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചിരിക്കായിരുന്നോ എന്ന് ഞാൻ അവരോട് കമൻറ്റിലൂടെ ചോദിച്ചു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണോ എനിക്കറിയില്ല, പിന്നെ അവരുടെ മാപ്പ് ചോദിക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ നൈനിഷ. അതിന് ഞാൻ വിട്ടില്ല, അതിന് ഞാൻ കമൻറ്റ് കൊടുത്തു. എന്താ പറയുക, ഈ കുളിസീൻ കാണലാണ് അവൻ്റെ ഹോബി എന്ന് അവൻ പറയുമ്പോൾ ആ കുളിമുറിൻ്റെ ഉള്ളിൽ നീയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കായിരുന്നോ? ഞാൻ ചോദിച്ചു. എനിക്ക് സത്യം പറയാമല്ലോ, ദേഷ്യം എനിക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ ചോദിക്കാമല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേലാന്ന് പറയും. അത് അവനവൻ്റെ അമ്മയ്ക്ക് വന്നാലേ നമുക്ക് വേദന വരുള്ളൂ. സത്യമല്ല അത്? ഒരു പെണ്ണ് തന്നെയാണ് മറ്റൊരു പെണ്ണിൻ്റെ ശാപം. ഈ കുളിസീൻ ഇവൻ കാണുന്ന ആണുങ്ങളെ കുളിസീനല്ല അവൻ പോയി ഒളിഞ്ഞു നോക്കുന്നത്, പെണ്ണുങ്ങളെ കുളിസീൻ തന്നെയാണ് ഇവൻ ഒളിഞ്ഞു നോക്കുന്നത്. അവൻ പറയുകയും ചെയ്തു, പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിസീൻ കാണുന്നവനൊരു ഹോബിയായിരുന്നു എന്ന്. നമ്മൾ ആലോചിച്ച് നോക്ക്. ആ കുളിമുറിൻ്റെ അകത്ത് ഈ ഒരു നൈനിഷേൻ്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ, കുട്ടി അല്ലെങ്കിൽ അനിയത്തി, അനിയൻ, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നൈനിഷ ചിന്തിക്കുകയാണിത് ആ കുളിമുറിക്കകത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം പോലും ആ ഒരു അവതാരിക ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, നല്ല രസത്തോടു കൂടി ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഞാൻ പിന്നെ വിട്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ പിന്നെയും ചോദിച്ചു, ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എന്താ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേന്ന്. കാരണം എഡിറ്റ് ചെയ്താൽ അവരുടെ റീച്ച് കുറയും. റീച്ച് പോയാൽ പിന്നെ അവർക്ക് വൈറലാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരിക്കലും ഇത്തരത്തിലുള്ള അവതരണം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴുള്ള ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും അപ്ലോഡ് ആക്കരുത്. ദയവ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി കളയണം. കാരണം നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഇത്തിരി പോകുന്ന ചെറിയ മക്കളടക്കം ഫോണെടുത്ത് കാണുന്നൊരു കാലമാണെന്ന്. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് അവർക്കൊക്കെ നല്ല മെസ്സേജ് ഒന്നും അതിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ ആങ്കറിങ് ചെയ്യുന്ന ആളുകളോടാണ്. ഇത്തരത്തിൽ ഈ നൈനിഷ ചെയ്ത പോലത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്ന ഇത്തരത്തിലാണെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രം ഇത് ആങ്കറിങ് ചെയ്യാൻ പോയാൽ തന്നെ മതി. അല്ലാത്തവരാണെങ്കിൽ അവനവൻ്റെ വീട്ടിലിരിക്കുക. ഇങ്ങനെയെങ്കിലും ഇതിന് പ്രതികരിക്കണമെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു കമൻ്റ് അയച്ചത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.